വലിയൊരു ദുരന്തത്തിന്റെ നടുക്കം മാറാതെ രാജ്യ തലസ്ഥാനം. അപകടം നേരിൽ കണ്ടവരുടെ ഉള്ളിൽ ഇപ്പോഴും പിടയുകയാണ്. പെട്ടെന്നുണ്ടായ തിക്കും തിരക്കുമാണ് അപകട കാരണമെന്ന് ദൃക്സാക്ഷികൾ 24-നോട് പറഞ്ഞു. പ്രയാഗ്രാജിലേക്കുള്ള യാത്രയ്ക്കായി ടിക്കറ്റ് എടുത്തു കാത്തിരുന്നവർ, പ്രതീക്ഷയുടെയും സന്തോഷത്തിന്റെയും യാത്ര നിമിഷനേരം കൊണ്ടാണ് കണ്ണുനീരിൽ അവസാനിച്ചത്. ഉറ്റവരെ നഷ്ടപ്പെട്ടവർ, പരുക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർ, പ്രിയപ്പെട്ടവരെ തേടി ആശുപത്രിയിലേക്ക് നിറകണ്ണുകളോടെ ഓടിയെത്തുന്നവർ. ദുരന്തം നേരിൽ കണ്ടതിന്റെ ഞെട്ടലിലാണ് ഡൽഹി സ്വദേശിയായ വേദ് പ്രകാശ്. 14-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ട്രെയിനിനായി കാത്തു നിൽക്കുമ്പോഴായിരുന്നു അപകടം. ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം. जा रहे थे नहाने के लिए। कितना भीड़ है उधर से? बहुत भीड़ था। आपका प्लेटफॉर्म नंबर 14 नंबर। भीड़ देखा सीढ़ियों में, जब जिस हम सीढ़ियों के ऊपर चढ़े थे, जब सारा वो था। बाद में आई हो तो आई हो जी। ലോക് നായക് ആശുപത്രിയിൽ കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടേതും ഉൾപ്പെടെ 15 മൃതദേഹങ്ങൾ. 3 മൃതദേഹങ്ങൾ ലേഡി ഹാർഡിംഗ് മെഡിക്കൽ കോളേജിൽ. പോസ്റ്റ്മോർട്ടം പൂർത്തിയാകുന്നതിനനുസരിച്ചവ ബന്ധുക്കൾക്ക് വിട്ടുനൽകി. 8 പേരുടെ മൃതദേഹം സ്വദേശമായ ബീഹാറിലേക്കും 2 പേരുടേത് ഹരിയാനയിലേക്കും കൊണ്ടുപോയി. പ്രതീക്ഷയോടെ ആരംഭിച്ച യാത്ര പകുതി വഴിയിൽ അവർക്ക് പ്രിയപ്പെട്ടവരെ നഷ്ടമായി. ഒടുവിൽ ഉറ്റവരുടെ മൃതദേഹവുമായി നിറകണ്ണുകളോടെ മടക്കം. ഡൽഹിയിലെ ലോക് നായക് ആശുപത്രിക്ക് മുന്നിൽ നിന്ന് ക്യാമറാമാൻ ആശിഷ് മട്ടുവിനൊപ്പം വിനീത വിജി, 24.